കൽക്കണ്ടം MDMA എന്ന് കരുതി പോലീസ് കേസെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പോലീസ് വീഴ്ച പരിശോധിക്കാൻ DGPക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. വ്യാജ കേസിൽപ്പെട്ട 2 യുവാക്കൾ 5 മാസമാണ് ജയിലിൽ കഴിഞ്ഞത്. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇത് എപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ്? ഈ കൽക്കണ്ടം എന്ന് കരുതി കൽക്കണ്ടം MDMA ആണെന്ന് കരുതി പോലീസ് കേസെടുത്തത്. അതിലിപ്പോൾ മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ഏകദേശം 5 മാസം മുമ്പാണ് കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘം 2 യുവാക്കളെ MDMA എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കറ്റുമായി പിടികൂടുന്നത്. പിന്നീട് അത് നടക്കാവ് പോലീസിന് കേസ് കൈമാറുകയും ചെയ്തിരുന്നു. അന്ന് പോലീസ് അന്വേഷണം നടത്തിയത് MDMA ആണെന്ന് ഉള്ളൊരു രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതാണ്. പിന്നീട് ഇവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ഏകദേശം 2 പേരും 5 മാസമാണ് ജയിലിൽ കഴിയുന്നത്. കാസർഗോഡ് സ്വദേശി ബിജു, ഒപ്പം കണ്ണൂർ സ്വദേശി മണികണ്ഠൻ, ഈ 2 പേരും MDMA കൈവശം വെച്ചു എന്നുള്ള കേസിൽ 5 മാസം ജയിലിൽ കിടന്നു. 15 ദിവസത്തിനുള്ളിലാണ് സ്വാഭാവികമായും രാസലഹരി കേസുകളിൽ അതിൻ്റെ രാസപരിശോധനാ ഫലം പുറത്തു വരേണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന് അവിടെയും ഒരു വീഴ്ച പറ്റി എന്നുള്ളതാണ് ആരോപണം. 150 ദിവസത്തിന് ശേഷമാണ് ഇതിൻ്റെ രാസപരിശോധനയ്ക്ക് അയക്കുകയും ആ ഫലം പുറത്തു വരികയും ചെയ്തത്. അപ്പോഴാണ് ഇത് MDMA അല്ല, കൽക്കണ്ടത്തിൻ്റെ പൊടിയാണ് എന്നുള്ള ഒരു രാസപരിശോധനാ ഫലം വരുന്നത്. പിന്നീട് ഈ 2 യുവാക്കളെ ജയിൽ മോചിതരാക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയോട് ഈ വിഷയം അന്വേഷിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യമെങ്കിൽ നടപടിയെടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം എന്താണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണം എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ MDMA കേസിലെ പ്രതികളെന്ന മുദ്ര കുത്തപ്പെട്ട 2 പേർ ഇപ്പോൾ ഒരു ജോലിയും എടുക്കാനാവാതെ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള റിപ്പോർട്ടെല്ലാം കഴിഞ്ഞ ദിവസം വന്നതാണ്. അതിൻ്റെ പിന്നാലെ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ സംഭവത്തിൽ ഒരു നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്.